Me Rahul, welcome to Rich Chat Talks. Yes, നമ്മുടെ മന്ത്ലി സെക്കൻഡ് വീക്കിൽ അനാലിസിലോട്ട് നമുക്ക് നേരെ പോവാം. സോ ലാസ്റ്റ് വീഡിയോ എല്ലാം നമ്മൾ മന്ത്ലി അനാലിസിസ് ചെയ്തിട്ടാണ്, അതായത് നമ്മൾ മൾട്ടി ഫ്രെയിം അനാലിസിസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഷോർട്ട് ടൈമിലോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലെ. ലാസ്റ്റ് എല്ലാ വീഡിയോസിലും നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു. സോ ലാസ്റ്റ് എല്ലാ വീഡിയോസിലും ഞാൻ എന്റെ ലാസ്റ്റ് വീക്കിൽ ചെയ്തിട്ട് എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഈസ് ഇൻ ബുള്ളിഷ്. ഓക്കെ, നിഫ്റ്റി ബുള്ളിഷിലാണ്. സോ നിഫ്റ്റി ഒരു റേഞ്ച് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു അപ്പ് മൂവ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. സോ ബാക്കിയുള്ള നമ്മൾ ഫണ്ടമെന്റലി നമ്മുടെ RBIയുടെ റെപ്പോ റേറ്റ് കട്ടെല്ലാം അതിന്റെ ഭാഗം മാത്രമാണ്. സോ മാർക്കറ്റ് എപ്പോഴും മാർക്കറ്റിന് ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് അതിന് മുന്നേ തന്നെ ഒരു അപ്പ് മൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ഡൗൺ മൂവ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റിന് അറിയാൻ കഴിയും. മാർക്കറ്റ് അത് മുന്നേ തന്നെ അത് ആ ഒരു സെന്റിമെന്റ്സ് മാർക്കറ്റ് കാണിക്കും. സോ മാർക്കറ്റ് നമ്മുടെ ഓൾ ടൈം ഹൈയിലോട്ടുള്ള മൂവ്മെന്റ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ മാർക്കറ്റ് 1 മന്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് സ്റ്റിൽ ഒരു ബുള്ളിഷ് ആണ്. ഓക്കെ, 1 വീക്കിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ 1 വീക്കിൽ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞായിരുന്നു ഇതൊരു ഇൻവെർട്ടർ ഹാമർ ടൈപ്പ് ആണ് നിന്നോണ്ടിരുന്നത്. ഈ ക്യാൻഡിൽ ഞാൻ പറഞ്ഞിരുന്നു 1 ഡേ കൂടെ, അതായത് തേഴ്സ്ഡേ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫ്രൈഡേ ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ എന്താണ് മാർക്കറ്റ് വീക്കിലി മൂവ്മെന്റ്. സി മാർക്കറ്റ് വീക്കിലി ഹൈയിൽ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് നമ്മുടെ മുന്നിൽ പറയുന്നത് ഐ എം ഗോയിങ് ഔട്ട്. ഓക്കെ, ഒരു അപ്രണ്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് മാർക്കറ്റിലുള്ളത്. സോ നമ്മൾ വീക്കിലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീക്കിലിൽ മാർക്കറ്റ് നിൽക്കുന്നത് മേജർ ഏരിയയിലാണ്. ഓക്കെ, 25,000 എന്നുള്ളൊരു മേജർ ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇത് നമ്മുടെ ഒരു മേജർ ലെവലാണ്. ഓക്കെ, വീക്കിലി ഹൈ, ആൻഡ് ഇത് നമ്മുടെ ഒരു മേജർ ലോ ആണ്, വീക്കിലി ലോ. സോ നമ്മൾ ഈ രണ്ട് ലൈന് നമ്മൾ മാർക്ക് ചെയ്ത് വരുന്നുണ്ട്, വീക്കിലി ഹൈ ആൻഡ് വീക്കിലി ലോ. അതാണ് നമുക്ക് ഡേയിലോട്ട് പോകാം. സി വീക്കിലി ഹൈ ആൻഡ് വീക്കിലി ലോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടു, ഈ ലാസ്റ്റ് വീക്ക് ഇതിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമുക്ക് ഇനിയുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ, ഇനി അപ്പ് മൂവ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 25,142. സോ 25,142 ഒരു സൈക്കോളജിക്കൽ ലെവൽ അല്ല, സൈക്കോളജിക്കൽ ലെവൽ 25,100 ആണ്. സോ നമ്മള് 1 ഹവറിൽ ഇട്ടാൽ കുറച്ചുകൂടെ ക്ലിയർ പിക്ചർ കിട്ടും. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ദിസ് ഈസ് ഫസ്റ്റ് ടാർഗറ്റ് 25,993. 25,993 എന്ന് പറഞ്ഞാൽ 25,100. പക്ഷെ ലാസ്റ്റ് നമ്മൾ നിഫ്റ്റി ഇവിടെ ഒരു സപ്പോർട്ട്, ഒരു റെസിസ്റ്റൻസ് എടുത്തത് കൊണ്ട് തന്നെ നാളെ നിഫ്റ്റി ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്തത്. സി ഈ ഒരു മൂവ്മെന്റ് ആണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു മൂവ്മെന്റ് തന്നു കഴിഞ്ഞാൽ നിഫ്റ്റി 25,093 അല്ലെങ്കിൽ 25,100 എന്നൊരു ടാർഗറ്റ് നമുക്ക് നാളെ, അതായത് മൺഡേ മകനിലോട്ട് കാണാൻ കഴിയും. സോ അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലുള്ള നിഫ്റ്റി ലെവൽ സി ഇതിൽ സൂപ്പർ സെൻസ് ഒന്നുമില്ല. സോ ഇതിന്റെ മുകളിൽ തന്നെ ആയിട്ടുള്ള ഈ ലെവലിൽ വരത്തില്ല. നമുക്ക് ആസ് ഡാറ്റ വെച്ചിട്ടുള്ള ലെവൽ നമുക്ക് മാർക്ക് ചെയ്യാം 25,200. സോ ഇതാണ് നിഫ്റ്റിയുടെ സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ 25,100 ആൻഡ് 25,200 ഈ രണ്ട് ടാർഗറ്റ് നമുക്ക് മൺഡേ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് മുകളിലോട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ നമ്മൾ താഴോട്ടൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ താഴോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ട്രെൻഡ് അഗേൻസ്റ്റ് ട്രേഡ് ചെയ്യാൻ പാടില്ല. എന്നാലും നമ്മൾ താഴോട്ടൊരു ട്രേഡ് നമുക്ക് ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ സ്കാൽപ്പിംഗ് പോലെ, അല്ലെങ്കിൽ ഒരു നാളത്തെ ഒരു ട്രേഡ് നമുക്ക് താഴോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിംഗ്ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് താഴെയായിട്ടുള്ള ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 24,917. ഇതൊരു ഷോർട്ട് ടൈം മാത്രമാണ്. ഞാൻ താഴോട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ബോട്ടുള്ള ട്രേഡ് മാത്രമേ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നോക്കത്തുള്ളൂ. ഇൻ കേസ് ഇനി എന്തെങ്കിലും മാർക്കറ്റിന്റെ കാര്യമാണ്, മാർക്കറ്റ് എന്തെങ്കിലും റീസണിൽ എന്തെങ്കിലും ഫണ്ടമെന്റൽ റീസണിൽ മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഈ ഒരു സിംഗ്ലോ ബ്രേക്ക് ചെയ്താൽ 24,917 ഇതൊരു മേജർ സപ്പോർട്ടായിട്ട് മൺഡേ ആക്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള രണ്ട് ടാർഗറ്റ് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 25
1903 with 25,100 and 25,200. ഇത് രണ്ടുമായിരിക്കും നിഫ്റ്റിയുടെ മുകളിലോട്ടുള്ള ടാർഗറ്റ്സ്. ഓക്കെ, സിമ്പിൾ പ്രൈസ് ആക്ഷൻ ചെയ്ത് മാത്രം വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. എന്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.